നമസ്കാരം. ഇക്കാലത്ത് ഒത്തിരി കേൾക്കപ്പെടുന്ന ഒരു വാക്ക് കഞ്ചാവ് അല്ലെങ്കിൽ മരിജുവാന എന്ന ഡ്രഗിനെ കുറിച്ചാണ്. പലരും പല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ചിലർ പറയും അത് ഹെൽത്തിയാണ്, നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്, അതിന് സൈഡ് എഫക്റ്റ് ഇല്ല, ചെറിയ വിലയാണ്, ഓൾമോസ്റ്റ് ഒരു റോക്ക് സ്റ്റാർ സ്റ്റേറ്റസ് എന്ന് കൽപ്പിച്ചിരിക്കുകയാണ് കഞ്ചാവിന്. മറ്റു ചിലർ പറയും അത് ഹാനികരമാണ്, ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. സോ എന്താണ് യാഥാർത്ഥ്യം ഈ കഞ്ചാവിനെ കുറിച്ച്? അത് നമുക്ക് ഇന്നത്തെ ചർച്ചയിൽ പരിശോധിച്ചു നോക്കാം. കഞ്ചാവിന്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് കഞ്ചാവ്. ഒരാൾ കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ കഞ്ചാവ് എന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് എന്ന് എടുത്തു പറഞ്ഞതായിരിക്കും ചോദ്യം. കഞ്ചാവ് ഉൽപ്പന്നപ്പെടുന്നത് കഞ്ചാവ് പ്ലാന്റ് അല്ലെങ്കിൽ കനാബിസ് പ്ലാന്റ് നിന്നാണ്, ഒരു ചെടിയിൽ നിന്നാണ്. കനാബിസ് പ്ലാന്റ് രണ്ട് രീതിയിലുണ്ട്, കനാബിസ് സെറ്റൈവ, കനാബിസ് ഇൻഡിക്ക എന്നത്. ഈ പ്ലാന്റിനെ എങ്ങനെ പ്രോസസ് ചെയ്യുന്നു അനുസരിച്ച് പലതരം കഞ്ചാവിന്റെ പ്രൊഡക്ട്സുകൾ ഉണ്ടാവാറുണ്ട്. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പാലിനെ എങ്ങനെ പ്രോസസ് ചെയ്യുന്നു, അതിൽ നിന്ന് തൈര്, ബട്ടർ എന്ന് തുടങ്ങിയ പ്രൊഡക്ട്സ് ഉണ്ടാവും. അതുമാതിരി തന്നെ കഞ്ചാവിന്റെ ചെടിയെ, ഈ കനാബിസ് പ്ലാന്റിനെ നമ്മൾ എങ്ങനെ പ്രോസസ് ചെയ്യുന്നു അതനുസരിച്ച് പലതരം കഞ്ചാവിന്റെ പ്രൊഡക്ട്സ് ഉണ്ടാവാറുണ്ട്. ഈ കഞ്ചാവ് നമ്മൾ ഏറ്റവും അധികം പരിചയമുള്ളത് സ്മോക്ക് ചെയ്യുന്നതാണ്. ആ സ്മോക്ക് ചെയ്യുന്നത് കഞ്ചാവ് ചെടിയുടെ ഫ്ലവേഴ്സിൽ നിന്നാണ്. പലയിടത്തും കഞ്ചാവ് എന്ന് പറയുമ്പോൾ അതിനെ ഇലയിനെയാണ് ചിത്രീകരിച്ചു കൊണ്ട് പറയുക. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ കഞ്ചാവ് ഇലയിൽ അധികം എഫക്റ്റ് ഇല്ല, അതിന്റെ പൂവിൽ നിന്നാണ് അധികം ഉപയോഗിക്കപ്പെടുന്ന കഞ്ചാവ് പ്രൊഡക്ട്സ് ഉണ്ടാവുന്നത്. ഈ കഞ്ചാവ് പ്രൊഡക്ട്സിലുള്ള മെയിൻ കെമിക്കൽ THC എന്ന് പറഞ്ഞിട്ടൊരു കെമിക്കലും CBD എന്ന് പറഞ്ഞ വേറൊരു കെമിക്കലുമാണ്. അത് കഞ്ചാവ് ചെടിയിൽ മൊത്തത്തിലും ഉണ്ട്, പക്ഷെ ഏറ്റവും അധികം അതിന്റെ കോൺസെൻട്രേഷൻ ഉള്ളത് അതിന്റെ പൂവിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് പൂവും പ്രോസസ് ചെയ്തിട്ട് കഞ്ചാവ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സോ ഞാൻ പറഞ്ഞു, പ്രോസസ് ചെയ്യുന്ന രീതി അനുസരിച്ച് പലതരം പ്രൊഡക്ട്സ് ഉണ്ട്. ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് നമ്മൾ പറയുന്ന ജോയിന്റ്, ഈ സിഗരറ്റ് പൊതിയിൽ വലിക്കുന്നത്. രണ്ടാമത് കുറെ കൂടി കാണപ്പെടുന്നത് കഞ്ചാവ് കൊണ്ടുള്ള കുക്കീസ്, അതിനെ കൊണ്ടുള്ള എണ്ണ, സ്റ്റിക്കർ മാതിരി, നമ്മൾ നിക്കോടെക്സ് പാച്ച് മാതിരി തന്നെ സ്റ്റിക്കർ മാതിരി പാച്ച് എന്ന് പറഞ്ഞ് ഒട്ടിക്കാൻ വേണ്ടി കിട്ടും. മറ്റേ മൂക്കിൽ ഒട്ടിക്കാനുള്ള ഡ്രോപ്സ് ഉണ്ട്, ജോയിന്റ്സ് വേദനയ്ക്കായിട്ടുള്ള എണ്ണ മാതിരി ഉണ്ട് എന്ന് തുടങ്ങിയ പലതരം പ്രൊഡക്ട്സ് ഉണ്ട് കഞ്ചാവിനെ കൊണ്ട്. കഞ്ചാവ് കൊണ്ട് എന്താണ് എഫക്റ്റുകൾ ഉണ്ടാവുന്നത്? കഞ്ചാവ് ഉപയോഗിക്കുമ്പോൾ ആദ്യം തന്നെ ഒരു എഫക്റ്റ് ഉണ്ടാവുന്നത് ഒരു ഭയങ്കര സന്തോഷമുള്ള അവസ്ഥ, യൂഫോറിയ എന്ന് ഇംഗ്ലീഷിൽ പറയും. അത് കൂടാണ്ട് തന്നെ നമ്മുടെ സെൻസസ്, കേൾവി, കാഴ്ച എല്ലാം ഒന്ന് ഹൈറ്റൻ ആവും. സോ നമുക്ക് ഒന്നും കൂടി ആ സെൻസസ് വർക്ക് ചെയ്യും. അതുകൂടാണ്ട് തന്നെ ഒരു മൊത്തത്തിലൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥ അനുഭവപ്പെടും. നമ്മളെ നെഞ്ചെടുപ്പൊക്കെ കൂടും, രക്തോട്ടമൊക്കെ കൂടും. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഹൈ എന്ന് പറയുന്നത്, കഞ്ചാവ് കൊണ്ടുണ്ടാകുന്ന ഹൈ. പക്ഷെ ഇത്ര മാത്രമേ ഉള്ളൂ ഇതിന്റെ എഫക്ട്? അല്ല, കഞ്ചാവ് കൊണ്ട് വേറെ ഒത്തിരി സൈഡ് എഫക്ട്സ് ഉണ്ടാവാറുണ്ട്. ചിലവർക്ക് ചെറിയ ഉപയോഗത്തിൽ തന്നെ ചെറിയൊരു ആങ്സൈറ്റി, ഒരു പേടിയുള്ള അവസ്ഥ ഉണ്ടാവാറുണ്ട്. കുറച്ചും കൂടി സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ ചിലവർക്ക് ആങ്സൈറ്റി, വിഷാദ രോഗം, സ്കിസോഫ്രീനിയ തുടങ്ങിയ മാനസിക അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിലുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ കഞ്ചാവ് ഉപയോഗം നിർത്തിയതിനെ കൊണ്ട് ഈ അസുഖങ്ങൾ പോകാറില്ല, അത് തുടർച്ചയായിട്ട് തന്നെ ഉണ്ടാവും. മറ്റൊരു കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നം കാണുക, കഞ്ചാവ് ഉപയോഗിക്കുമ്പോൾ അമിതമായിട്ടുള്ള ഒരു ദേഷ്യം. ആ ദേഷ്യം തന്നെ കുറെ പേരെ പ്രശ്നത്തിൽ പെടുത്താറുണ്ട്. പക്ഷെ ഇതിനെല്ലാം പുറമെ ഇനിയും സീരിയസ് ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട് കഞ്ചാവിന്. അത് നമ്മൾ അറിയാണ്ട് തന്നെ നമ്മളെ ബാധിക്കും. മിതമായിട്ടുള്ള കഞ്ചാവ് ഉപയോഗം കൊണ്ട്, പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ, കൗമാരപ്രായത്തിൽ ഉപയോഗിച്ച് തുടങ്ങുന്നവരിൽ ബുദ്ധിശക്തി കുറയുന്നു എന്നാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ പറയുന്നത്. എല്ലാ കൊല്ലവും ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മളെ IQ, ബുദ്ധിശക്തി കുറയുന്നു. അത് കൂടാണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി, നമുക്ക് ഇഷ്ടത്തോടെ ആസ്വദിക്കാൻ പറ്റുന്നുള്ള കപ്പാസിറ്റി കുറയാറുണ്ട്. ഇതും പോരാണ്ട് നമുക്ക് കാര്യങ്ങൾ നേടണം, സാധിക്കണം, ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള തോന്നിക്കുന്ന വികാരം നമ്മൾ ഇല്ലാണ്ടാകും. ഒരു കണ്ടീഷന് മോട്ടിവേഷൻ സിൻഡ്രോം അഥവാ പുതിയ പേര് ക്രോണിക് കനാബിസ് സിൻഡ്രോം എന്നും പറയാറുണ്ട്. ഇത് നമ്മൾ അറിയാണ്ട് തന്നെ നമ്മളെ ബാധിക്കുന്നു, നമ്മളെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാനുള്ള കപ്പാസിറ്റീനെ കുറയ്ക്കുന്നു.
കഞ്ചാവ് ഉപയോഗിക്കുമ്പോൾ വേറെ ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞു രക്തോട്ടം കൂടാറുണ്ട്, നെഞ്ചെടുപ്പ് കൂടാറുണ്ട്. ഈ രക്തോട്ടം കൂടിയ അവസ്ഥ കൊണ്ടാണ് ഈ കണ്ണുകൾ ചുവപ്പായിട്ട് കാണാറുള്ളത്. നെഞ്ചെടുപ്പ് കൂടുമ്പോൾ ഈ ഹാർട്ട് അസുഖങ്ങൾക്ക് പ്രവണത ഉള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാം. ഇത് കൂടാണ്ട് തന്നെ ഈ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഫെർട്ടിലിറ്റി കുറയ്ക്കും. പിന്നെ സിഗരറ്റ് സ്മോക്കിങ്ങുമായി തന്നെ കഞ്ചാവിനും ലങ്സിനെ ഡാമേജ് ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട്. കുറെ മെഡിക്കൽ എഫക്ട്സ് ഉണ്ടെന്ന് ചിലർ പറയാറുണ്ട്. അതിന്റെ യാഥാർത്ഥ്യമല്ല. കാനബിസിനെ കൊണ്ട് 2-3 മെഡിക്കൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പക്ഷെ കുറെ റെയർ ആയിട്ടുള്ള ചില കണ്ടീഷൻസിന് വേണ്ടിയിട്ടാണ്. ജന്മനാലുള്ള ഒരു അപസ്മാര കണ്ടീഷൻ, ലെനോക്സ് ജെസ്റ്റോൾ സിൻഡ്രോം എന്ന് പറയും. മറ്റൊന്നുള്ളത് എയ്ഡ്സില് വിഷമില്ലാത്ത അവസ്ഥയിൽ ഉപയോഗിക്കാറുണ്ട്. വേറെ ഒന്നുള്ളത് ഈ കീമോതെറപ്പി എടുക്കുന്നവർക്ക് നിർത്താത്ത ഛർദി ഉണ്ടാവുമ്പോൾ, അതുകൂടാണ്ട് തന്നെ മാറാത്ത വേദന, കണ്ണിൽ പ്രഷർ കൂടിയ അവസ്ഥ തുടങ്ങിയ ചില മെഡിക്കൽ കണ്ടീഷൻസിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ അപ്രൂവലുള്ള ഡ്രഗ്സ് അപ്രൂവ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞത് ഇതിന്റെ കൊണ്ടുള്ള ഗുണം ഒരു സംശയാസ്പദമാണ്. ആകെ മിനിമം ഒരു എവിഡൻസേ കാണുന്നുള്ളൂ. ഒരു സെക്കൻഡ് ക്ലാസ് എവിഡൻസ് മാത്രമേ ഉള്ളൂ എന്നാണ്. ഒരു വാക്കിൽ വലിയ എഫക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളത് അത്ര ഉറപ്പില്ല. പക്ഷെ നേരെ മറിച്ച് അതിന്റെ സൈഡ് എഫക്ട്സ് ഉള്ളത് ഉറപ്പുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മെഡിക്കൽ കനാബിസ് ഉള്ള സ്ഥലങ്ങളിൽ വളരെ റെഗുലേറ്റഡ് ആണ് ഇത് മരുന്നായി കൊടുക്കുന്നതും. വേറെ ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ ഇതിനൊരു മെഡിക്കൽ സോഴ്സ് ആയിട്ട് ചിലർ ട്രൈ ചെയ്തിട്ടുള്ളൂ. സമയത്തായിരിക്കാം നിങ്ങൾക്കൊരു ചോദ്യം വരിക, ഈ മെഡിക്കൽ മാരിജുവാന എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട്. അതെന്താണ്? മെഡിക്കൽ മാരിജുവാന എന്ന് പറഞ്ഞ് ചില കനാബിസ് പ്രൊഡക്ട്സ് ചില രാജ്യങ്ങളിൽ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ മരുന്നിന് എവിഡൻസ് ഒന്നും കാര്യമായിട്ടില്ല. ഒരു സെക്കൻഡ് ക്ലാസ് എവിഡൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഓരോ കനാബിസ് പ്രൊഡക്ട്സിന്റെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു അളവൊന്നുമില്ല. സോ എത്ര കോൺസെൻട്രേഷന് എത്ര ഗുണം കിട്ടും എന്നുള്ളത് ഉറപ്പില്ല. ഇപ്പോൾ പാരസ്റ്റമോൾ ഒരു മുതിർന്ന ആൾക്കാണെങ്കിൽ ഒരു 500 മുതൽ 650 മില്ലി നമുക്ക് അറിയാൻ കറക്റ്റ് ഡോസ് ഉണ്ട്. പക്ഷെ മെഡിക്കൽ മാരിജുവാനയുടെ അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല, പ്രൂഫും ഇല്ല. സോ അപ്പോൾ ചോദ്യം വരേണ്ടത്, ഈ ഒരു മിനിമം എവിഡൻസും ഒരു ഉറപ്പില്ലാത്ത ഒരു സാധനം വെച്ചിട്ട് നിങ്ങൾ റിസ്ക് എടുക്കാൻ റെഡിയാണോ നിങ്ങളുടെ തലച്ചോറിന്റെ കണ്ടീഷനെ കുറിച്ച്? പിന്നെ വേറെ ഒന്ന്, ഈ വിഷയത്തിൽ എത്തുമ്പോൾ തന്നെ ഇന്ത്യയിൽ മെഡിക്കൽ മാരിജുവാന ഇല്ല. ഇന്ത്യയിൽ ഇന്നും കഞ്ചാവ് ഇലീഗലാണ്. അത് വെച്ച് പിടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ഫൈനും വരാം, ജയിൽ ശിക്ഷയും പെടാം. വേറെ കോമൺ ആയിട്ട് കുറച്ചൊരു ആർഗ്യുമെന്റ്സ് കേൾക്കാറുണ്ട് കഞ്ചാവ് ഉപയോഗിക്കുന്നവരിടയിൽ. അതിന് മെഡിക്കൽ ഗുണങ്ങളുണ്ട്, നാച്ചുറൽ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്ന് വെച്ച്. അതിനെക്കുറിച്ചായിരുന്നു ഞാൻ കുറച്ച് മുമ്പ് തന്നെ ചർച്ച ചെയ്ത്. സോ അത് ഞാൻ ക്ലിയർ ആയിന്ന് വെക്കുന്നു. രണ്ടാമത്തത്, ഒരു കോമൺ ആയിട്ടുള്ള ആർഗ്യുമെന്റ് അവർ പറയാം, ഒത്തിരി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ കഞ്ചാവ് ഉപയോഗിക്കുന്നതാണല്ലോ, സോ ഞാനും ഉപയോഗിക്കുന്നതിൽ എന്ത് തെറ്റുണ്ട്? ശരിയാണ്, ഒത്തിരി സക്സസ്ഫുൾ ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതേ സമയത്ത് തന്നെ അതിനേക്കാൾ അളവ് ആൾക്കാർ അതിനെക്കൊണ്ട് ബുദ്ധിമുട്ടിയവരും ഉണ്ട്. പക്ഷെ വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ ഈ ബുദ്ധിമുട്ടിയവരെ കുറിച്ച് എവിടെ ഈ ചർച്ചയിൽ വരാറില്ല എന്നുള്ളതേ ഉള്ളൂ. മൂന്നാമത്തത്, വേറൊരു കോമൺ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആൾക്കാരും പറയാൻ, ഞാൻ കഞ്ചാവ് മാത്രമല്ലേ ഉപയോഗിക്കുന്നുള്ളൂ, വേറെ സീരിയസ് ആയിട്ടുള്ള ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. കഞ്ചാവും ഒരു ലഹരി വസ്തുവാണ്, ഒരു കെമിക്കലാണ്. അത് നമ്മളെ ബ്രെയിനിനെ ബാധിച്ച് അതിനെ കൊണ്ട് എഫക്ട്സ് ഉണ്ടാവാറുണ്ട്. സോ ഇത്രത്തോളം അറിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിനെക്കൊണ്ട് കുറവ് ഡാമേജ് ആണോ കൂടുതൽ ഡാമേജ് ആണോ എന്നുള്ള ഒരു ചർച്ചയിലേക്ക് പോകണോ? ഞാൻ ഒത്തിരി കാര്യങ്ങൾ കഞ്ചാവിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോ കവർ ചെയ്തിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് അത് ഗുണമുണ്ടായിട്ടുണ്ട് എന്ന് വെക്കുന്നു. താങ്ക് യു.